എന്നറിയാമോ? പാഞ്ചാലിമേട് ദേവീക്ഷേത്രത്തിൽ അന്നദാനത്തിൻ്റെ അച്ചാറുണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഈ അച്ചാറുണ്ടാക്കി എനിക്ക് നല്ല ഒരു വ്യൂവേഴ്സൊക്കെ തന്ന ഒരു അച്ചാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് ഒന്നുകൂടി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അച്ചാറിനുള്ളതെല്ലാം നീളത്തിലാണ് അരിയുന്നത്. ക്യാരറ്റും മാങ്ങയും. അപ്പോൾ എല്ലാവരും കൂടെ തീയൊക്കെ പിടിപ്പിച്ച് ചിറ്റയാണ് തീ പിടിപ്പിച്ചത്. മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്നു. ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വിനാഗിരി, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കടുകിട്ടു. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടുവാണ്. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. അത് ഇച്ചിരി ഒന്ന് മൂക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കണം. പിന്നെ പച്ചമുളക് ഇട്ടു. ഇനി കുറച്ച് കറിവേപ്പില ഇടണം. അതിന് നല്ലപോലെ ഇളക്കി ഒരു ചുവപ്പ് കളറൊക്കെ ആയപ്പോഴത്തേന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് നല്ലപോലെ ഇട്ട് കൊടുക്കണം. നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ആദ്യമേ തന്നെ കഴിഞ്ഞ വീഡിയോസിലാണെങ്കിലും ആൾക്കാർ ഒരു കമൻറ്റ് വന്നിരുന്നു, ക്യാരറ്റ് ആദ്യമേ ഇട്ട് ശകലം ഒന്ന് മൂത്ത് വഴറ്റിയിട്ട് വേണം മാങ്ങ ഇട്ട്. ശരി, അതുപോലെ ഞങ്ങൾ ചെയ്തു. ക്യാരറ്റ് ശകലം വഴന്ന് കഴിഞ്ഞപ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയുടെ പോരായ്മ ഉള്ളത് കൊണ്ട് ശകലം എണ്ണ ഇട്ടു. പിന്നെ ഞങ്ങൾ മാങ്ങ ഇട്ട് കൊടുത്തു. ഉലുവായും കടുകും കൂടെ വറുത്ത് പൊടിച്ച് ചേർത്തതാണ്. പിന്നെ വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് കായം ചേർത്ത് ഇളക്കി. കായപ്പൊടിയാണേ. ഇത്രയുമാണ് അച്ചാറിട്ടത്. മാങ്ങ ഒരുപാട് വേവിച്ചില്ല കേട്ടോ. കാണുമ്പം തോന്നും മാങ്ങ ഒരുപാട് വെന്ത പോലെ. മാങ്ങ ഒത്തിരി വെന്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് വാടിയതേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.